ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി ശരീരഭാഗങ്ങൾ കുക്കറിൽ വേവിച്ചുവെന്ന് ഭർത്താവിന്റെ മൊഴി. ഹൈദരാബാദിലാണ് സംഭവം. എക്സ് സർവീസ് ഉദ്യോഗസ്ഥനായ ഗുരുമൂർത്തിയാണ് സ്വന്തം ഭാര്യ വെങ്കിടമാധവിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയെന്ന് മൊഴി നൽകിയത്. ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, അതിദാരുണമായൊരു കൊലപാതകമാണ്. ഈ ഭർത്താവിന് ഇത്തരത്തിലൊരു സംഭവത്തിന് പ്രകോപനമായത് എന്താണ്? രഞ്ജിത്ത്, നാടിനെ നടുക്കിയ ഒരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിദാരുണമായ ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. എക്സ് സർവീസ് ഉദ്യോഗസ്ഥനായ ഗുരുമൂർത്തി സ്വന്തം ഭാര്യയെ വെട്ടി നുറുക്കി കുക്കറിൽ വേവിച്ച ശേഷം തടാകത്തിൽ വലിച്ചെറിഞ്ഞു എന്നാണ് ഈ ഭർത്താവിന്റെ മൊഴി. കുടുംബ വഴക്കുണ്ടായിരുന്നു, ഈ ഭാര്യയെ സംശയമുണ്ടായിരുന്നു. ഈ കുടുംബ വഴക്കൊക്കെ സ്ഥിരമായി ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ ഭാര്യയോടുള്ള സംശയമായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഈ ഭാര്യയെ 16-ാം തീയതി കാണാനില്ലെന്ന് ഈ കുടുംബാംഗങ്ങൾ രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു. ജനുവരി 16-ന് തന്നെ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഭർത്താവ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു മൊഴി നൽകുന്നത്. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഭർത്താവിന് പോലീസിന് സംശയമുണ്ടായിരുന്നു. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഭർത്താവ് കുറ്റകൃത്യം സമ്മതിക്കുന്നതും ഭാര്യയെ വീടിന്റെ ബാത്റൂമിൽ വെച്ച് വെട്ടി നുറുക്കി അതിനുശേഷം എല്ലും മാംസവും വേർതിരിച്ച് ഇത് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം 3 ദിവസം എടുത്താണ് ഈ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും ഇയാൾ വേവിച്ചെടുത്തത്. 3 ദിവസം എടുത്ത് ഈ ശരീരഭാഗങ്ങൾ കുക്കറിലിട്ട് തിളപ്പിച്ച് വേവിച്ച ശേഷം പാക്കറ്റുകളാക്കി മീർപേട്ട് തടാകത്തിൽ ഉപേക്ഷിച്ചെന്നാണ്, വലിച്ചെറിഞ്ഞെന്നാണ് ഇപ്പോൾ ഈ ഗുരുമൂർത്തി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും നാടിനെ നടുക്കുന്ന അതിക്രൂരമായ ഒരു കൊലപാതക വാർത്ത, അത്തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രഞ്ജിത്ത്, ഈ അന്വേഷണ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഭർത്താവിന് സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു മിസ്സിംഗ് കേസായിട്ട് മാത്രമാണ് ഇത് പോലീസ് പരിഗണിച്ചിരുന്നത്. എന്നാൽ ഈ ഭർത്താവിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം ഈ രക്ഷിതാക്കളുടെ ഭർത്താവും പോലീസിന് പരാതി നൽകാനായി എത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം ഏറ്റുപറയുന്നത്. ഭാര്യയെ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു. നിരന്തരമായി കുടുംബ വഴക്ക് തുടർന്നിരുന്നു. ഇവർക്ക് 2 മക്കളുണ്ട്. എന്നാൽ ഈ കൊലപാതകം നടക്കുന്ന കൃത്യസമയത്ത് ഈ കുട്ടികളെ എവിടെയായിരുന്നു എന്ന് സംബന്ധിച്ചൊന്നും ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ കുടുംബ വഴക്ക് സ്ഥിരമായിരുന്നു. ഒടുക്കം ഈ ഭാര്യയെ സംശയത്തെ തുടർന്നാണ് ഈ ക്രൂരമായ കൊലപാതകം ഇയാൾ നടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. രഞ്ജിത്ത്, അത്തരത്തിലാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും പല തവണ വെട്ടി കഷ്ണങ്ങളാക്കി, എന്നിട്ടും ആ പക അടങ്ങാതെ അതിനുശേഷം എല്ലും മാംസവും വേർതിരിച്ച് അത് പൊടിച്ചതിന് ശേഷം കുക്കറിലിട്ട് തിളപ്പിക്കുന്നു. അത്രയും ക്രൂരമായ ഒരു കൊലപാതകം എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷം ഈ തടാകത്തിൽ ഉപേക്ഷിച്ചെന്നാണ് ഇപ്പോൾ മൊഴി. എത്ര ക്രൂരമായാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. കുടുംബ വഴക്കാണ് ഈ ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത്. ഭാര്യയെ കൊന്ന് കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം പുഴയിൽ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ മാനസിക നിലയിലാണ് ഈ സംഭവം നടത്തിയത് എന്നത് കൂടി ചേർത്ത് വായിക്കണം. ഹൈദരാബാദിനെ ഞെട്ടിച്ച, ഇന്ത്യയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് ഷംന പങ്കുവച്ചത്. ഷംന, ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണോ? ഇയാൾ പൂർണ്ണമായും സമ്മതിച്ചോ? ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയത് എന്ന നിലപാടിൽ തന്നെയാണോ ഇയാൾ? തീർച്ചയായും രഞ്ജിത്ത്, ഇയാൾ മീർപേട്ട പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഈ ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകിയതും ഇതേ സ്റ്റേഷനിൽ തന്നെയായിരുന്നു. അവിടെ വെച്ച് തന്നെയാണ് ഇയാൾ പോലീസിന് മൊഴി നൽകുന്നത്. എന്തായാലും ഹൈദരാബാദിലെ ജില്ലേലഗുഡ എന്ന സ്ഥലത്താണ് ഈ കൃത്യം നടക്കുന്നത്. പോലീസ് എന്തായാലും ഇപ്പോൾ ഈ ഫ്ളാറ്റും ഒപ്പം തന്നെ ഈ മീർപേട്ട തടാകത്തിൽ ഉപേക്ഷിച്ചു എന്നാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. ഈ തടാകവും ഈ ഫ്ളാറ്റും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. താൻ തന്നെയാണ് ഈ ഭാര്യയെ സംശയമുണ്ടായിരുന്നു, കുടുംബവഴക്ക് സ്ഥിരമായിരുന്നു, അതിന്റെ പേരിൽ താൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയെന്നതാണ് ഇപ്പോൾ പ്രതി നൽകുന്ന മൊഴി. എന്തായാലും ഈ മീർപേട്ട തടാകത്തിൽ ഉപേക്ഷിച്ചു, അത് പല പാക്കറ്റുകളിലായി ഉപേക്ഷിച്ചു എന്നാണ് മൊഴിയുള്ളത്. ഈ തടാകത്തിലടക്കം അന്വേഷണം പുരോഗമിക്കുകയാണ്. തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രമേ ഇയാൾ പറഞ്ഞ ഈ മൊഴിയിൽ എത്രത്തോളം സത്യമുണ്ട്, ഇയാൾ ഒറ്റയ്ക്കായിരുന്നു ഈ കൃത്യം നടത്തിയിരുന്നത് എന്ന് സംബന്ധിച്ച്
സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകം, ഇയാൾ പറഞ്ഞ മൊഴി ശരിയാണെങ്കിൽ അത് അതിക്രൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ കൊന്ന് പല കഷ്ണങ്ങളായി വെട്ടി നുറുക്കിയിട്ട് പോലും ആ പക അടങ്ങിയില്ല. അതിനുശേഷം ഈ എല്ലും മാംസവും വേർതിരിച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നു. ആ പക അവിടെയും അവസാനിക്കുന്നില്ല. അതിനുശേഷം കുക്കറിലിട്ട് തിളപ്പിക്കുന്നു. 3 ദിവസം എടുത്താണ് ശരീരം പൂർണ്ണമായും ഇയാൾ തിളപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് പല പാക്കറ്റുകളിലായാണ് ഈ തടാകത്തിൽ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഇയാളുടെ മനസ്സിൽ എത്രത്തോളം വൈരാഗ്യമുണ്ടായിരുന്നു ഈ ഭാര്യയോട് എന്നുകൂടി വലിയൊരു ചോദ്യമാണ്. അത് ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. എന്തായാലും 35 വയസ്സാണ് ഈ കൊല്ലപ്പെട്ട മാധവി, വെങ്കിട മാധവി എന്ന് പറയുന്ന ഇയാളുടെ ഭാര്യയ്ക്ക് 35 വയസ്സും ഈ ഗുരുമൂർത്തി, ഈ മൊഴി നൽകിയ ഗുരുമൂർത്തിക്ക് 45 വയസ്സുമാണുള്ളത്. ഹൈദരാബാദിലെ ജില്ലേലഗുഡ എന്ന സംഭവത്ത്, അവിടെ ജില്ലേലഗുഡയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. ഫ്ളാറ്റിന്റെ ബാത്റൂമിൽ വെച്ചാണ് ഇയാൾ ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തിയതെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. അതിനുശേഷമാണ് വീട്ടിലെ കിച്ചണിൽ വെച്ച് തന്നെ പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുന്നു. ഈ മീർപേട്ട തടാകത്തിലാണ് ഉപേക്ഷിച്ചത്. തടാകവും ഫ്ളാറ്റും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. രഞ്ജിത്ത്, കുടുംബത്തിൽ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിരുന്നു പോലീസ്. തുടർന്ന് 2 ദിവസങ്ങൾക്ക് മുൻപ് ബന്ധുവിന്റെ വീട്ടിൽ പോയതിനെ ചൊല്ലി തർക്കമുണ്ടായെന്നും പിന്നാലെ മാധവി വീട് വിട്ടുപോയി എന്നുമാണ് ഇയാൾ മൊഴി നൽകിയത്. ഇവിടെയാണ് സംശയമുണ്ടായത്. മാധവിയുടെ മാതാപിതാക്കൾക്ക് ഈ വിശദീകരണം വിശ്വാസമായില്ല. തുടർന്ന് പരാതിപ്പെടുകയും മീർപെട്ട് പോലീസ് സ്റ്റേഷനിൽ ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് ഇയാൾ കുറ്റകൃത്യത്തെക്കുറിച്ച് വിശദീകരിച്ചത്. ശുചിമുറിയിൽ വെച്ച് വെട്ടിനുറുക്കി പ്രഷർ കുക്കറിൽ വേവിച്ചു. അതിനുശേഷം പാക്ക് ചെയ്ത് മീർപേട്ട് തടാകത്തിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഷംന, ഈ മൃതദേഹത്തിന്റെ ഭാഗങ്ങളൊന്നും, അവശിഷ്ടങ്ങളൊന്നും ഇവരെ കണ്ടെടുക്കാനായിട്ടില്ല എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. തടാകത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഈ അവശിഷ്ടങ്ങളൊന്നും നിലവിൽ കണ്ടെടുത്തതായി വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രതി തന്നെ പറയുന്നുണ്ട് പല പാക്കറ്റുകളിലായി വേവിച്ച ശേഷം പല പാക്കറ്റുകളിലായാണ് ഇത് ഉപേക്ഷിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ തടാകത്തിൽ തന്നെയാണോ ഉപേക്ഷിച്ചത് അതോ മറ്റേതെങ്കിലും സ്ഥലത്താണോ എന്നതുകൂടിയൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഇതുവരെയും ശരീരഭാഗങ്ങളൊന്നും കണ്ടെടുക്കാനായിട്ടില്ലെങ്കിൽ കൂടി ഈ തടാകം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഊർജിതമായ തെരച്ചിൽ നടക്കുന്നത്. ഈ മക്കൾ, ഇവരുടെ മൊഴിയൊന്നും ലഭ്യമായിട്ടില്ല. 2 മക്കളാണ്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട് ഇവർക്ക്. ഇവരുടെ പാരൻസ്, വെങ്കിട മാധവിയുടെ പേരൻസ് ആണ് ഇത്തരത്തിൽ മകളെ കാണാനില്ലെന്ന് ഒരു പരാതി നൽകിയത്. ഈ പരാതി നൽകുന്ന സമയത്ത് ഇയാളും ഈ ഗുരുമൂർത്തിയും ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പോലീസിന് ഇയാളെ സംശയമുണ്ടായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതും മൊഴി നൽകുന്നതും. എന്നാൽ ഈ മൊഴിയിൽ എത്രത്തോളം സത്യമുണ്ട്, വാസ്തവമുണ്ട് എന്നത് കൂടി ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനസ്സിലാക്കേണ്ടതായാലും 2 മക്കളാണ് ഈ ദമ്പതികൾക്ക്. ദീർഘകാലമായി ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ഇത്ര വലിയൊരു ക്രൂരകൃത്യം ചെയ്തത്. നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടി വരും എന്തൊക്കെയാണ് ഇയാളെ ഈ നിലയിലേക്ക് എത്തിച്ച അവസ്ഥകൾ എന്നുള്ളത്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കണം, ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കണമെങ്കിൽ എന്നുള്ളതാണ് സാഹചര്യം. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.